നമസ്കാരം വ്യൂവേഴ്സ്, അരവീസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സെക്കൻഡ്, ഇത് നിന്റെ ചാനലാ, ഇങ്ങ് തന്നെ. നമസ്കാരം. അപ്പോൾ ഈ ഒരു ചാനലിൽ വിഷ്ണു ബൈറ്റ്സ് പിന്നെ നമ്മുടെ അരവീസ് ബ്ലോഗും കൂടിയുണ്ട്. അപ്പോൾ ഞാൻ പാലക്കാട്ടിൽ വന്നിട്ട് ഇതുവരെ നമ്മുടെ ലുലു മോളിലേക്ക് ഞാൻ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചൊല്ലില്ലേ, ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആരെ ഏറണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ലുലു മോളുടെ ഫുൾ ഒരു വീഡിയോ ആയിരിക്കും നമുക്ക് ഇന്നൊരു ഈ ഒരു ചാനലിൽ കാണാൻ പോകുന്നത്. മോളുടെ ഉള്ളിൽ എന്തൊക്കെ ഷോപ്സ് ഉണ്ട്, ഫുഡ് ഐറ്റംസ്, മെയിൻലി നമ്മൾ ഫുഡ് ആയിരിക്കും കൂടുതൽ ഫോക്കസ് ഉണ്ടാവുക. പക്ഷേ മോളിനെ പറ്റിയിട്ട് ഒരു ലുലു മോളിൽ എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും. പക്ഷേ എൻ്റെ ഈ ഒരു ചാനൽ വഴി നിങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടും പോവാം. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ ഗായ്സ്, നമുക്ക് നമ്മളുടെ മോളുടെ ഉള്ളിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ അരവീസ് ബ്ലോഗ് കൂടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ മോളിൽ ഫസ്റ്റ് ഞാൻ ഏറാൻ പോവാണ്. ആദ്യം തന്നെ നല്ലൊരു കയറുമ്പോൾ തന്നെ നല്ലൊരു വൈബ് അട്രാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ഇവരുടെ ഈ ഒരു എല്ലാ സ്റ്റോഴ്സാണ് മെയിനായിട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു മോളുടെ ഒരു ഓവർവ്യൂ കാണാം. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു സെക്ഷൻ ബൈ സെക്ഷൻ നമുക്ക് കയറിയിട്ട് എല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ നമ്മളുടെ ഈ ഒരു എൻട്രൻസ് കയറി വരുമ്പോൾ ആദ്യം തന്നെ നമ്മളുടെ ഈ ഒരു പബ്ലിക്കിൻ്റെ ഷോപ്പ്, നാവിഗേറ്റർ, വി സ്റ്റാർസ്, ഗോൾഡ് കളേഴ്സ്, പിന്നെ ഗോൾഡ് വേണിംഗ് അക്ഷയ ഉണ്ട്, പിന്നെ ജി ലെതേഴ്സ് ഉണ്ട്, എം ഇ ട്രെൻഡ്സ്, പിന്നെ നമ്മുടെ വി സ്റ്റാർ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ കയറുമ്പോൾ തന്നെ ഈ ഒരു മെയിൻ അട്രാക്ഷൻ വരുന്നത് ഈ സ്റ്റോഴ്സാണ്. അപ്പോൾ നേരെ കാരണം അങ്ങനെ ഒരു സലൂൺ, ലക്ഷറി സലൂൺ പാലക്കാടിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത് ലക്ഷറി സലൂൺ. അത് ജസ്റ്റ് ഓപ്പണിംഗ് ഷോർട്ട്ലി ആണ്. അപ്പോൾ നേരെ കാണാനാണ് നമ്മളുടെ എല്ലാ ആൾക്കാരുടെയും വീട്ടു സാധനങ്ങൾ ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ ഉള്ള ഐറ്റംസ് നമ്മളുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറാം. തിരക്കില്ല, ഇന്നൊരു വീക്ക് ഡേ ആയതുകൊണ്ട് അത്ര തിരക്ക് പ്രതീക്ഷിക്കേണ്ട. സമയം ഓൾമോസ്റ്റ് 5 മണിയായിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് തിരക്കത്തെ പ്രതീക്ഷിക്കേണ്ട. നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഈച്ച് ആൻഡ് എവറി ഐറ്റംസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ലുലു മോളുടെ ഓപ്പോസിറ്റിൽ തന്നെ നമുക്ക് ഈ അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ബാഗിൻ്റെ ഒരു ചെറിയ സ്റ്റോർ കാണാം. പ്ലസ് കുറച്ചുകൂടി ഫ്രണ്ട് പോയ ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്രെയിംസ് അങ്ങനത്തെ, പിന്നെ ഒരു ചെറിയ ഒരു കോഫി, ഫിൽറ്റർ കോഫി കിട്ടുന്ന ഒരു ഷോപ്പ് പോലും ഉണ്ട്. അങ്ങനെ നമുക്ക് ഉള്ളോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഒരു ട്രോളി എടുക്കാം. അത്ര വലിയ പർച്ചേസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ആദ്യമായിട്ട് ലുലുക്ക് വരുമ്പോൾ എന്തെങ്കിലും നമ്മൾ മേടിക്കണ്ടേ, അങ്ങനെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെയിനായിട്ട് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് സെക്ഷനിലോട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബിക്കോസ് ഇവിടെ നമ്പർ 1 വെച്ചിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളുള്ളത്. എല്ലാ ചോക്ലേറ്റ്സ് ഇമ്പോർട്ടഡ് അല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും ഒരുവിധം എല്ലാ ചോക്ലേറ്റ്സും നമ്മൾ ഈ ഒരു ഔട്ട്ലെറ്റ് കാണാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഉള്ളിൽ കയറിയപ്പോൾ ചോക്ലേറ്റ് സെഷൻ അല്ലാണ്ട് ഇവിടുത്തെ നട്ട്സിൻ്റെ സെഷൻ, പിന്നെ ചോക്ലേറ്റ്സ്, ബിസ്ക്കറ്റ്സ്, മാഗീസ്, കോൺഫ്ലെക്സ്, ബൂസ്റ്റ്, ഞാൻ ഈച്ച് ആൻഡ് എവറി സെക്ഷനിലോട്ട് കയറില്ല. ലൈക്ക് ഏതൊക്കെ സൈഡിലുള്ള നിങ്ങളെല്ലാ വീഡിയോസിലും ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സൈഡിൽ നിന്ന് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ അങ്ങനെ ഞാൻ തരില്ല. പക്ഷെ എന്നാലും നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഒരുവിധ സെക്ഷനാണ്. അപ്പോൾ നമുക്ക് കയറി വരുന്നത് ഫ്രൂട്ട്സ്, പിന്നെ ചില സോൺസിലായിരിക്കും മിക്കത് നമ്മുടെ ഈ തൈരും ഡ്രിങ്കിങ് സെഷൻ,
പിന്നെ മാത്രമല്ല എൻ്റെ ബാക്കില് ബാക്കിലുണ്ട്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം കിട്ടുന്ന ഒരുവിധം എല്ലാ ഒരു ടൈപ്പ് നമ്മളുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിലുണ്ട്. പിന്നെ മെയിൻ സെക്ഷനായിട്ട് സ്വീറ്റ്സിന് വേണ്ടിയിട്ട് അവരിത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഒരു ബേക്കറി കഫേ, പിന്നെ സ്വീറ്റ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കണമെങ്കിൽ ലൈവായിട്ട് ഇവിടെ ജിലേബി ഓൺ സ്പോട്ടിൽ അവർ വറുത്ത് തരുന്നുണ്ട്. പിന്നെ സ്വീറ്റ്സ് ഉണ്ട്, നമ്മുടെ ഗ്രാബ് ആൻഡ് കോള് പിസ്സ, റെഡിമെയ്ഡ് പിസ്സ ഓവനിലൊക്കെ വെച്ച് റെഡിയാക്കേണ്ട പോലത്തെ പിസ്സ, പിന്നെ നമ്മളുടെ ദോശ, ഇഡ്ഡലി ബാറ്റർ. പിന്നെ നമ്മുടെ മെയിൻ സെക്ഷനായിട്ടുള്ള ഇത് കിച്ചണിലായിരിക്കും മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഫുഡി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ റോൾസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമ്മളുടെ മെയിനായിട്ടുള്ള ഓൺ സ്പോട്ട് സ്നാക്സ് കഴിക്കാനുള്ള ഈ ഒരു ഇത് ഫുൾ നമ്മളുടെ പിzzയും റോൾസും കാര്യങ്ങൾ, ഷവർമ റോൾസ്, പിന്നെ നമുക്കുള്ള ലഞ്ചുള്ള ഐറ്റംസ്, ഫ്രൈഡ് റൈസ്, ബിരിയാണി, പിന്നെ കറി ഐറ്റംസ്, ഫ്രൈഡ് ഐറ്റംസ്, സ്നാക്സ്, ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും വിസിബിളായിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ സാലഡ് സെക്ഷൻസ് ഉണ്ട്, ജ്യൂസ് സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മുടെ കണ്ണിൽ വിസിബിളായിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട്. പ്ലസ് ഇങ്ങനെ ചെറിയ ചെറിയ ഡബ്ബയിൽ കുറേ സ്നാക്സ് ഐറ്റംസ്, പിന്നെ ഇതിൽ വിസിബിളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. സ്നാക്സ് ഐറ്റംസ് എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. പിന്നെ മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിരിയാണി ഉണ്ട്. ബിരിയാണി ഒരുവിധം ഹൈദരാബാദി മട്ടൺ ബിരിയാണി, മലബാർ ചിക്കൻ ബിരിയാണി, റാവൂത്തർ ചിക്കൻ ബിരിയാണി, പിന്നെ നമുക്കുള്ള കറീസ്, ബീഫ് ഇൻഡാലു, കോഴി വറുത്തരച്ച കറി, പാലക്കാട് മീൻ കറി, പിന്നെ കക്ക കോക്കനട്ട് ഫ്രൈ, ബോട്ടി ഫ്രൈ, ബീഫ് വിത്ത് കായ, അങ്ങനത്തെ കുറേ ഐറ്റംസ് വിസിബിളാണ്. പിന്നെ നമുക്ക് ഷവർമ ഓൺ സ്പോട്ടിൽ അവർ ചെത്തിയിട്ട് നമുക്ക് റോളാക്കി തരും. പിന്നെ എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടത്, എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റം ഞാൻ കാണിച്ചു തരാം. യെസ്, നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ എല്ലാ ഐറ്റംസും ഇവിടെ വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് നല്ല അട്രാക്റ്റിംഗ് ആയിട്ട് വാങ്ങിക്കാനുള്ള ഒരു ടെൻഡൻസി വരെ ആൾക്കാർക്ക് ഇങ്ങനെ ചില്ലും കൂട്ടിലിങ്ങനെ വെച്ചുകൊണ്ട് ആൾക്കാർക്ക് വാങ്ങിക്കാനൊരു നല്ലൊരു ടെൻഡൻസി ഉണ്ടാവും. ഫുഡ് സെക്ഷൻ കഴിഞ്ഞിട്ട് മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിക്കൻ, മീറ്റ്, ഫിഷ്, ലാംബ് ഇതിൻ്റെ ഒരു സെക്ഷനാണ്. അധികം ചിക്കൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും മാരിനേറ്റഡ്, നോൺ മാരിനേറ്റഡ് ഐറ്റംസ് ഒക്കെ ഉള്ളതുണ്ട്. പിന്നെ നമ്മൾ ലാമ്പയ്ക്ക് വരുമ്പോൾ ലാമ്പ് ഐറ്റംസും എല്ലാം മാരിനേറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട്. ഓൺ സ്പോട്ടിൽ തന്നെ അവർ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. പിന്നെ മീറ്റിൽ വന്നാലും ഒരുവിധം നല്ല ഫ്രഷ് ആൻഡ് ഹൈജീനിക് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് എൻ്റെ ഫേവറേറ്റ് ഏരിയ ഫിഷ്. അപ്പോൾ ഇത്രയും ഫിഷും കാര്യങ്ങളൊക്കെ ഐസ് ചെയ്ത് വെച്ച് നല്ല ഹൈജീനിക്കും ഫ്രഷ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് വയ്ക്കുന്നത്. കല്ലുമ്മക്കായ നൈസ്. ഫിഷ് കഴിക്കാൻ മാത്രമല്ല, ഫിഷ് മേടിക്കാൻ വേണ്ടിയുള്ള നമ്മൾ ഈ അക്വേറിയത്തിലിടാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ഈ ബോട്ടിൽസിലെല്ലാം അവർ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ, നല്ലൊരു അട്രാക്റ്റീവ് ഫീലുണ്ട് ഈ ഫിഷസൊക്കെ നല്ല അട്രാക്റ്റീവ് ആ ഒരു രീതിയിലാണ്. പിന്നെ നിങ്ങൾക്ക് സ്റ്റേഷനറി ഐറ്റംസ് വേണമെങ്കിൽ സ്റ്റേഷനറി ഐറ്റംസ് എന്നൊരു സെക്ഷൻ വരെ ഉണ്ട്. സ്റ്റുഡൻസിനും കുട്ടികൾക്കെല്ലാം വാങ്ങിക്കാനുള്ള സ്റ്റേഷനറി ഐറ്റംസും കാര്യങ്ങൾ, ബോട്ടിൽസ്, ടിഫൻസ്, ഈച്ച് ആൻഡ് എവറി ഐറ്റംസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അവിടെ നേരെ കാണുന്ന നമ്മുടെ അരവീസ് ബ്ലോഗും കൂടിയുണ്ട്. അവൻ ഇങ്ങനെ 2-3 പ്രാവശ്യം ഓൾറെഡി ലുലുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവന് ഓൾറെഡി ഇതിനെ പറ്റിയിട്ട് എല്ലാം അറിയാം. പിന്നെ നമുക്ക് കുറച്ചുകൂടി സ്ഥലത്ത് അങ്ങോട്ട് പോയിട്ട് നമുക്ക് കാണിച്ചു തരാം. ഈ സെക്ഷൻ മെയിനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഫുൾ ഓഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഈ സെക്ഷനിൽ കാണുന്നത്. ഈച്ച് ആൻഡ് ഐറ്റംസ് എല്ലാം അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതൽ ഓഫേഴ്സ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു സെക്ഷനിലും അത് തന്നെ. അപ്പോൾ മെയിനായിട്ടൊരു ചെറിയ ഓവർവ്യൂ ആയിരിക്കും ഇതിൽ കാണാൻ പറ്റുക. ബിക്കോസ് ഇത് ഫുള്ളായിട്ട് നടന്ന് എത്തിനിക്കും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ഒരു ബേക്കറി സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറേ ഡോണറ്റ്സ്, കേക്ക്സ്,
പിന്നെ കുറേ പേസ്ട്രീസ് കഴിക്കാനുള്ള ഐറ്റംസും ഉണ്ട്. പിന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഡൈൻ ഇൻ പേയ്മെൻറ്റ് പോലെ ബേക്കറിയുടെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ കഫേ. അപ്പോൾ നമുക്ക് ഐറ്റംസ് സെലക്ട് ചെയ്ത് ഉള്ളിൽ പോയി ഇരുന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് സൂപ്പറായിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടെ അറബിക് സ്വീറ്റ്സ്, കുക്കീസ്, കേക്ക്സ്, പിന്നെ ഓൾറെഡി കേക്ക്സ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ നമ്മൾക്ക് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് സെക്ഷനിലോട്ട് പോകാം. നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഹെർബ്സ് ആൻഡ് ലീവ്സ്, ഇലകൾ, കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ഇവിടെ വിസിബിളായിട്ടുണ്ട്. കണ്ണിന് മുമ്പിൽ കാണാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ വിസിബിളാണ്. അപ്പോൾ ഈസി ടേക്കിംഗ് ആണ് ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി. കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസൊക്കെ നോക്കിയെടുക്കാം. ഇത് നല്ലൊരു അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? പഴത്തിൻ്റെ ഒരു എല്ലാ രീതിയിലത്തെ പഴം, എല്ലാ രാജ്യത്തിൻ്റെ അല്ല എല്ലാ രീതിയിലും എല്ലാ ഇന്ത്യ ടൈപ്പ് പഴവും അതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ഡിഫറെൻറ്റ് സെക്ഷനിൽ വെച്ച മാതിരി ഉണ്ട്. നല്ല രസമുണ്ട്. പിന്നെ മസ്ക് മെലൻ്റെയും വാട്ടർ മെലൻ്റെയും ഒരു സെക്ഷൻ രസമുണ്ട്. ഇവിടുത്തെ ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെക്ഷൻ കാണാനുള്ളൊരു നല്ലൊരു അട്രാക്റ്റീവ് ലുക്ക് ഉണ്ട്. ഇവിടെയാണ് നമുക്ക് മെയിനായിട്ട് ഫ്രോസൺ ഐറ്റംസ് കാണാൻ കിട്ടുക. നഗറ്റ്സും ചിക്കൻ പോപ്സ് എല്ലാം നമുക്ക് ജസ്റ്റ് ഓയിൽ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ്. പെട്ടെന്ന് കറണ്ട് പോയാലോ? ആദ്യമായിട്ടായിരിക്കും ഒരു വ്ളോഗർ സത്യം ഫസ്റ്റ് ടൈം ലുലു മോളുടെ ഉള്ളിൽ കയറണം തന്നെ കറണ്ട് പോവാ. നല്ല ഭാഗ്യമുള്ള ഒരു വ്ളോഗറാണ് ഈ വീഡിയോ എടുക്കുന്നത്. എന്തായാലും പ്രശ്നമില്ല. ഞാൻ ഇത്രയും വീഡിയോ തന്നെ കറണ്ട് പോയില്ലല്ലോ. നീ വന്നു കാലെടുത്ത് കറണ്ട് പോയി. എടാ പറയലടാ, പാവടാ, ചാനലൊന്ന് ആവട്ടെ. ഐസ്ക്രീംസ്, അങ്ങനെ ഐറ്റംസൊക്കെ നമുക്ക് ഫ്രോസൺ ഐറ്റംസൊക്കെ കാണാൻ കിട്ടുന്നു ഇവിടെ. അങ്ങനെ കറണ്ട് വന്നു. ഐസ്ക്രീം സെഷനിലേക്ക് ഐസ്ക്രീം എടുക്കാൻ വന്നപ്പോഴേക്കും കറണ്ട് വന്നു. മെയിനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റംസ് നമ്മളുടെ ഐസ്ക്രീം സെക്ഷനാണ്. ഈച്ച് ആൻഡ് എല്ലാ ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ഓൺ സ്പോട്ടിൽ അവർ വെച്ചിരിക്കുന്നത്. ലൈക്ക് നമ്മുടെ ബാസ്കിൻ റോബിൻസ് ഉണ്ട്, മെഴ്സലീസ് ഉണ്ട്, നമ്മുടെ ലണ്ടൻ ഡയറി ഉണ്ട്, മിൽക്കി മിസ്റ്റ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ, ഇത് ഐസാണ് ഒരു ബാഗ്. ഇതിന് എത്ര രൂപ വരും? നോക്കരുത് 50 രൂപ, 60 രൂപ, 60 രൂപ, 60 രൂപ മാക്സ്, 40 രൂപ. പറഞ്ഞല്ലോ. വാങ്ങിക്കണേ. ഐസ് എന്തിനാ? അല്ല, ഞാൻ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ഐസ് വിൽപ്പന കണ്ടിട്ടില്ല ബാഗിലാക്കി. മെയിനായിട്ട് ചൂടുകാലം അല്ലേ, പൈസ ആവശ്യമുണ്ടല്ലോ. അങ്ങനെ ഐസ്ക്രീംസിലോട്ട് വരുമ്പോൾ എല്ലാ ഐസ്ക്രീംസും നമുക്ക്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മുടെ പുട്ട് ഐസ്ക്രീമിൻ്റെ ആ ഒരു കാര്യം. 300 രൂപയാണ് ഒരു പുട്ട് ഐസ്ക്രീമിന്. എല്ലാ ഐസ് പിടിച്ച പോലെ എല്ലാ കാര്യങ്ങളും. ഇറ്റ്സ് ഗുഡ്. പുട്ട് ഐസ്ക്രീം വേണോ? വേണ്ട, നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ. പുട്ട് ഐസ്ക്രീം ഒക്കെ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി. ആരും പുട്ട് ഐസ്ക്രീമിന് ഇവർക്ക് പോകുന്നില്ല. ഇപ്പോൾ പുട്ട് ഐസ്ക്രീം എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റംസ്, ഞാൻ എപ്പോഴും ട്രൈ ഔട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ലണ്ടൻ ഡയറി. 900 റുപ്പീസാണ്. അപ്പോൾ വിഷ്ണു ബൈറ്റ്സിൻ്റെ ചാനൽ 5K എത്തുകയാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ ലുലു മാളിൽ കൊണ്ടുവന്നിട്ട് 2 ടബ് ലണ്ടൻ ഡയറി ഐസ്ക്രീം വിഷ്ണു ബൈറ്റ്സ് വാങ്ങി തരുന്നതായിരിക്കും. അല്ലേ? അത്രേ ഉള്ളൂ. ആദ്യം എനിക്ക് നീ ഒരെണ്ണം വാങ്ങിച്ചു തരും. ശരി. എന്തായാലും അർവീസ് ബ്ലോഗ് ഇത്രയും പറഞ്ഞുകൊണ്ട് 2 അല്ല, നമുക്ക് 3 ആക്കാം. അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് മെയിനായിട്ട് സെക്ഷനിൽ പോകുമ്പോൾ ഇവിടെ മിൽക്കി മിസ്റ്റിൻ്റെയും ജ്യൂസസ്, മിൽക്കി മിസ്റ്റിൻ്റെ പ്രോബയോട്ടിക് കേർഡും, പിന്നെ കേർഡ് ഐറ്റംസ്, എല്ലാ ഐറ്റംസും ഒരുവിധം എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ സംഭവം അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. ഈ ഡോക്ടർ പാൽമാണിക്യം എന്ന് പറഞ്ഞിട്ടൊരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് വീഡിയോ ചെയ്യാറുണ്ട് യൂട്യൂബിൽ. അപ്പോൾ പുള്ളിയുടെ നിന്നാണ് ഞാൻ ഈ പ്രോബയോട്ടിക് ആൻഡ് പ്രീബയോട്ടിക്കിൻ്റെ കാര്യം. അപ്പോൾ പ്രോബയോട്ടിക് ഞാൻ കേട്ടിട്ടുണ്ട്. ബേസിക്കലി നമ്മുടെ ഗുഡ് ഗട്ട് ബാക്ടീരിയ എന്ന് പറയും. സോ നമ്മൾ അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻറ്റസ്റ്റൈൻസിലുള്ള നല്ല ബാക്ടീരിയാസ് ഉണ്ടല്ലോ, നമ്മളെ ഡൈജഷനൊക്കെ എയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കര അധികം ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്യാസ്ട്രോ എൻട്രോളജിക്കലി പ്രോബ്ലംസ് വരും, ഇൻഡസ്ട്രിയൽ കുറച്ച് ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഹീൽ ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് പ്രോബയോട്ടിക്. നല്ലൊരു ഇൻഫോർമേറ്റീവ് ഐറ്റം. യെസ്, നമ്മൾ നോർമൽ യോഗട്ട് കഴിക്കുന്നതിനേക്കാളും പ്രൊബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ഗട്ട് ബാക്ടീരിയ പ്രൊമോട്ട് ചെയ്യും. സെയിം നമ്മൾ ഈ യാക്കുൾട്ടൊക്കെ കഴിക്കത്തില്ലേ, അതേപോലെ. പിന്നെ നമ്മുടെ മുട്ട, നാടൻ മുട്ട 159 റുപ്പീസേ ഉള്ളൂ നാടൻ മുട്ടയ്ക്ക്. നാടൻ മുട്ട കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്ന ഐറ്റമാണ്. അങ്ങനെ ചെറിയൊരു ഓവർവ്യൂ ആയിരുന്നു നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഈ ഒരു പാർട്ട്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ നമ്മളുടെ ബില്ലിംഗ് ആണ്. അപ്പോൾ ഇനിയാണ് എൻ്റെ ഊഴം. നമുക്ക് ഈ ട്രോളി അത്ര ഫില്ലാക്കാനൊന്നും പോകില്ല. ആവശ്യമുള്ള ഐറ്റംസ് നമുക്ക് പിന്നെയും വരെയുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യാം.
അപ്പോൾ ഞാൻ എന്തൊക്കെ ഐറ്റംസ് മേടിച്ചു, അതിൻ്റെ പ്രൈസിങ് എന്തൊക്കെയാണ്, ഐറ്റംസൊക്കെ ഞാൻ ഈ ട്രോളിയിൽ ഫില്ല് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ തൽക്കാലം ഞാനൊരു ഡ്രിങ്ക് മാത്രം എടുക്കണം, ഭയങ്കര ദാഹം. ഒരു മിനിറ്റ് സർവീസേ. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് മാത്രം എടുക്കും. അപ്പോൾ ഞാനിത് ക്യാഷ് ചെയ്തിട്ട് മുകളിൽ കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ആ ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തിട്ട് തിരിച്ചിറങ്ങുമ്പോൾ മിക്കവാറും ഒരു ചെറിയ കുട്ടി പർച്ചേസൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആകെ ഒരു മേടിച്ചിരിക്കുന്ന ഈ 500 ml ഡ്രിങ്ക് 100 രൂപയാണ്. അപ്പോൾ മിക്കവാറും ഇത് മാത്രമേ ഞാൻ ഇപ്പോൾ കുടിക്കുള്ളൂ. ബാക്കി ഐറ്റംസ് നമുക്ക് ഫർദറായിട്ട് അത് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് കാണാം. എങ്ങനെയുണ്ട്? റോസ് മിൽക്ക് ആണോ അതോ റൂഹഫ്സ ആണോ? റൂഹഫ്സ ആണല്ലേ. അത് ബേസിക്കലി മൊഹബത്ത് കാ ഷർബത്തിൽ മറ്റേ ബേസിൽ സീഡും റൂഹഫ്സയും പിന്നെ വാട്ടർ മെലണും ആയിരിക്കും. തണുപ്പുണ്ടോ? 100 രൂപയ്ക്ക് വർത്താണ്. ഓക്കെ, നമുക്ക് നമ്മളുടെ അരവീസ് വ്ലോഗ് ഇവിടെ എവിടെയുണ്ട്. കണ്ടല്ലോ, സൗത്ത് ഇന്ത്യൻ കോഫി ഹൗസ് അരവീസ് വ്ലോഗ് ട്രൈ ഔട്ട് ചെയ്യണം. ഫിൽറ്റർ കോഫി പ്ലേസ് ആണ്. നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവിടെ സൗത്ത് ഇന്ത്യൻ കോഫിയിൽ അരവീസ് വ്ലോഗ് കുറച്ച് ഐറ്റംസ് ഒക്കെ ട്രൈ ഔട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ എന്താ നീ ട്രൈ ഔട്ട് ചെയ്ത പേര്? ഞാൻ പൂത്തിരക്കലുമാണ് ട്രൈ ചെയ്തത്. ബേസിക്കലി ആന്ധ്രാപ്രദേശിലെ ഒരു ട്രഡീഷണൽ ഡിഷാണ്. വേറെ എന്തൊക്കെയാണ് ഐറ്റംസ്? ഇത് റാഗി വട, പിന്നെ ഉപ്പിട്ടു എന്ന് പറയും. നമ്മുടെ ബോളി ഇല്ലേ, ട്രിവാൻഡ്രത്തിലെ ബോളി എന്ന് പറയും. അതിൻ്റെ ചെറിയൊരു തിക്ക് വെർഷനാണിത്. ചൂടുണ്ട്. വേറെ എന്തോ നീ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ? പിന്നെ ഞാൻ കോൾഡ് കോഫി കഴിച്ചു. കോൾഡ് കോഫി ഹൗ ഇസ് ഇറ്റ്? അടിപൊളിയായിരുന്നു. അങ്ങനെ ഈ ഐറ്റംസ് ആണ്. ഞാനിപ്പോൾ ഇത് ട്രൈ ഔട്ട് ചെയ്യില്ല. നമുക്ക് മുകളിൽ ഇഷ്ടമായ ഐറ്റംസ് ഇനിയും ട്രൈ ഔട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോകാം. ഈ ഒരു സൗത്ത് ഇന്ത്യൻ കോഫിയിൽ അരവീസ് ബ്ലോഗ് ഒരു ഐറ്റം ട്രൈ ഔട്ട് ചെയ്യാൻ പറഞ്ഞു. എന്താ അതിൻ്റെ പേര്? പൂത്തിരക്കലു. ഓക്കെ, അബ്സല്യൂട്ട് സ്വീറ്റ് ഐറ്റമാണ്. അപ്പോൾ ഇതാണ് ഐറ്റം. ഇതൊരു ഐറ്റം തരുമോ? ഇത് എത്ര വരുന്ന റേറ്റ്? 50 രൂപ. ഒരു പീസ് തരും. ഞാൻ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യട്ടെ. ഇവൻ ഇത്രയും റെക്കമെൻഡ് ചെയ്ത ഐറ്റം ആയതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ഔട്ട് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ഒരു പേപ്പർ കവേർഡ് ആയിട്ടുള്ള ഐറ്റമാണ്. നമ്മളിത് ഇങ്ങനെ കഴിക്കണം. ഞാനൊന്ന് ട്രൈ ഔട്ട് ചെയ്യട്ടെ. ക്യാമറമാൻ്റെ റോൾ വരെ ചെയ്യുന്നുണ്ട്. കഴിച്ചു നോക്കി. ഒരു ബട്ടർ പേപ്പർ ഫീൽ. ബട്ടർ പേപ്പർ കഴിക്കുന്ന ഉള്ളിൽ നട്ട്സൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആദ്യമായിട്ടാണ് പാലക്കാടിൽ ഇങ്ങനത്തെ ഒരു ഐറ്റം. എനിക്ക് അതിൻ്റെ പേര് വായിൽ കിട്ടില്ല. അരവീസ് ബ്ലോഗ് നമുക്ക് ഈ ഒരു പേര് ഒന്നുകൂടി ചോദിക്കാം. എന്താ അത്? പൂത്തിരക്കലു. ഇത് മറ്റേ ഇവിടെ സ്വർഗമാണ് സിനിമയിലെ അമിക്കസ് ക്യൂരിയുടെ കാര്യം ചോദിക്കുന്ന പോലെ. എനിക്കിത് കഴിച്ചിട്ട് എന്തായിട്ട് തോന്നുന്നത്? ഞാനിത് ഓൾറെഡി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാലക്കാട് ഇതുവരെ കിട്ടാത്തതുകൊണ്ട് എൻ്റെ ഒരു റിലേറ്റീവ് ആന്ധ്രാപ്രദേശ് വന്നപ്പോൾ അവരെ കൊണ്ട് പറഞ്ഞ് വാങ്ങിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ. നല്ല ഐറ്റമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരുവിധ ഐറ്റംസൊക്കെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഐറ്റംസ് ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. നമുക്ക് മേലോട്ട് പോകാം. മേലോട്ട് ഇഷ്ടംമാതിരി ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു ഫുഡ് ഐറ്റംസ് ഞാൻ ജസ്റ്റ് വീഡിയോ റാൻഡമായിട്ട് കാണിക്കേണ്ടാവുക. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഫുഡ് ഐറ്റംസ് ഈച്ച് ആൻഡ് എവറി ഷോപ്പ്, ഒരുവിധം ഞാൻ സെലക്ട് ചെയ്യുന്ന ഷോപ്സിൻ്റെ സെപ്പറേറ്റ് വീഡിയോസ് ആയിരിക്കും ഈ ചാനലിൽ കാണാൻ പോണത്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ പോണത് എനിക്ക് ഇഷ്ടപ്പെട്ട് വേണം വെച്ച് പാലക്കാടിൽ വേറെ എവിടെയും ഒരു ഷോപ്പ് പോലും ഇല്ല. അതാണ് അവരുടെ പിസ്സ റിക്കോട്ടയും പിന്നെ മെയിനായിട്ട് പിസ്സ റിക്കോട്ട ആയിരിക്കും ഇന്ന് ഞാൻ ട്രൈ ഔട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈം വന്നിട്ട് അതിനെയും കാട്ടും ഐറ്റംസൊക്കെ ഞാൻ ട്രൈ ഔട്ട് ചെയ്യും. പിന്നെ നമുക്ക് ഒരു സ്ഥലം കൂടി ഉണ്ട്, അതാണ് ലുലു ഫാഷൻ സ്റ്റോർ. നമുക്ക് ഉള്ളിൽ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്ന് ചെറിയൊരു ഗ്ലിംസ് ആയിക്കൊന്ന് മനസ്സിലാക്കാം. അങ്ങനെ നമ്മളുടെ ഇവിടെ ലുലു ഫാഷൻ സ്റ്റോറിലേക്ക് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് ഉള്ളിലോട്ട് പോകാം. കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ പെർഫ്യൂംസും ഗ്ലാസും, പിന്നെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ വാച്ചസ്, ഡ്രസ്, കുട്ടികൾക്കുള്ള എല്ലാവിധ ടൈപ്പ് ഓഫ് ഡ്രസ്സസും കാര്യങ്ങൾ ആയിരിക്കും നമുക്ക് ഈ ഒരു മുകളിലത്തെ സെഷനിൽ ലുലു ഫാഷൻ ഷോപ്പിൽ കാണാൻ പറ്റുന്നത്. ഫുൾ ഒരുവിധം ഡ്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്പ്. നമുക്ക്
അങ്ങോട്ട് പോവുക. അതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട സ്ഥലം. നമ്മുടെ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള TV, ഫോൺ, ആക്സസറീസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ആ സ്പോട്ടിലേക്ക് നമുക്ക് പോകാം. ഇത് ആക്ച്വലി ലുലു ഫാഷൻ്റെ അടുത്ത് തന്നെയുള്ള ലുലു കണക്റ്റാണ്. അപ്പോൾ ലുലു കണക്റ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, മിക്കതും ഫുള്ളായിട്ട് ഡിജിറ്റൽ ആൻഡ് ഇലക്ട്രോണിക്കൽ മെഗാ സ്റ്റോറായിട്ട് റിലേറ്റഡ് ഐറ്റംസൊക്കെ മൊത്തം ഈ ഷോപ്പിലുണ്ട്. അപ്പോൾ സ്പെസിഫിക്കായിട്ട് ഞാൻ പറയില്ല ഏതൊക്കെ ഐറ്റംസ് ഇവിടെ ഉണ്ട്. നമുക്ക് മനസ്സിലാവുമല്ലോ, ഈച്ച് ആൻഡ് എവറി ഐറ്റംസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഏറ്റവും ബെസ്റ്റ് സെക്ഷനായ നമ്മൾ TV സെക്ഷനിലേക്കാണ് വന്നത്. TVയുടെ എല്ലാ ബ്രാൻഡുകളെയും എല്ലാ വലിയ ഇഞ്ചായാലും ചെറിയ ഇഞ്ചായാലും TVയുടെ എല്ലാ സെക്ഷനത്തെ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ സൗണ്ട് ബാസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ കിട്ടും. നമ്മളുടെ അടുത്ത സെക്ഷനായിട്ടുള്ള ഫുഡ് വെയർസ് ആണ്. സർവീസ് ബ്ലോക്ക്. ഫുഡ് വാങ്ങിത്തരാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് ഫാഷൻ സ്റ്റോറിലേക്ക് കയറിയിട്ട് നിന്നെ തട്ടി 1/2 മണിക്കൂറായി ഞാൻ നടക്കുകയാണ്. ഇത് ഫാഷൻ സ്റ്റോർ അല്ല, ഇത് ലുലു കണക്റ്റാ. ഫാഷൻ സ്റ്റോർ തൊട്ടപ്പുറത്ത് അതപ്പുറത്ത് ബോർഡറിലാണ് നിൽക്കുന്നത്. ആ, മാറിക്കൊടുക്കുക ആൾക്കാർ പോട്ടെ. ജസ്റ്റ് ഓക്കെ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഇല്ല, ഫുഡ് വാങ്ങിച്ചു തരാണ്ട് ഇരിക്കില്ലല്ലോ. ഓക്കെ, ഡൺ. ആ, അല്ല, അപ്പോൾ ഫുഡ് എന്താ നമ്മുടെ പ്ലാൻ സർപ്രൈസ്. ഓക്കെ, സർപ്രൈസിങ് സർപ്രൈസ്. പക്ഷേ എനിക്ക് പിസ്സ റിക്കോട്ട് ട്രൈ ചെയ്താൽ കൊള്ളുന്നുണ്ട്. അതെന്തായാലും ഞാൻ ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാണാം. അപ്പോൾ എല്ലാ ഐറ്റംസും ഒരുവിധം നമുക്ക് ഈ ലുലു ഫാഷൻ സ്റ്റോറിൽ നമ്മൾ കണ്ടു. ഇനിയാണ് നമ്മളുടെ മെയിൻ ഫുഡടി. നമുക്കിനി നേരെ ഫുഡടി സെഷനിൽ പോവാം. ഞാൻ ഇപ്പോൾ പോയി കാണിക്കാൻ പോകുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫുഡ്സ് നമുക്ക് ഇവിടെ മുകളിൽ ലുലുവിൽ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അരവീസ് ബ്ലോഗ്, നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കണ്ടിട്ടുണ്ടാവും. നമുക്ക് നേരെ ഇനി ഫുഡ് അടിക്കുന്ന സെക്ഷനിൽ പോകാം. ഗൈസ്, നമ്മളുടെ ഫുഡ് സെക്ഷനിലേക്ക് വന്നു. അപ്പോൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഫൺ ട്യൂറാണ്, കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സെഷനാണ്. പിന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ചിക്കിങ് ഉണ്ട്, മോമോ ആൻഡ് മീ ഉണ്ട്, വോക്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ടോപ്പ് ആൻഡ് ടൗൺ, പിസ്സ റിക്കോട്ട, റൈസ് ആൻഡ് നൂഡിൽസ്, അപ് ടൗൺ ഈറ്റ്സ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫലൂഡ നേഷൻ, പാലക്കാടിൽ ഫസ്റ്റ് ഫലൂഡ നേഷനാണ് ലുലുവിൽ. പിന്നെ ഡയറി ഡേ, പിന്നെ ഉള്ളത് ബാസ്കിൻ റോബിൻസ് നേരത്തെ നമ്മുടെ താരേക്കാട് ജംഗ്ഷനിലുണ്ടായിരുന്നു, പക്ഷേ അവർ നിർത്തിയിട്ട് ഇപ്പോഴാണ് ഇവിടെ വന്നത്. പിന്നെ ടീ സ്റ്റോപ്പ്, പൾപ്പ് ഫാക്ടറി. ഇത് ഒരുവിധം ഐസ്ക്രീംസ്, ജ്യൂസസ് അങ്ങനത്തെ കുറേ റിലേറ്റഡ് ആയിരിക്കും. പിന്നെ ഫലൂഡ നേഷൻ. അപ്പോൾ ഞാൻ ഇത്രയും ഐറ്റംസാണ് ലുലുവിൽ മേടിച്ചത്. കുറച്ച് കപ്പ് കേക്ക്സ്, ഓറഞ്ച്, ആപ്പിള്, ഒരു ഐസ്ക്രീം, ഫ്രഞ്ച് ഫ്രൈസും, എഗ്സ്. ഇത്രയും ഐറ്റംസാണ്. നമുക്ക് ബില്ലാക്കിയിട്ട് പുറത്തേക്ക് വരാം. അപ്പോൾ ഗൈസ്, ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി ഇവിടുന്ന്. അപ്പോൾ നമ്മൾ കയറിയപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 4:30 ആ സമയത്തായിരുന്നു. ഇപ്പോൾ രാത്രി ഇവിടുന്ന് ഈ മോളിനെ കാണാൻ നല്ല ലുക്കുണ്ട്, കളർഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കിഡ്ലൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്ന് ലുലു മോളിൽ നിന്ന് വന്നത്. ശരിക്കും ഞാൻ ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ മറക്കുകയില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫ്രണ്ട്സും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. വിഷ്ണു ബൈറ്റ്സിൻ്റെ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത അരവീസ് ഉണ്ട്. അതെ, വിഷ്ണു പറഞ്ഞ പോലെ തന്നെ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലുലു മാൾ പാലക്കാട് വന്നത്. ഇത്രയും നാൾ ഞാൻ ഒറ്റയ്ക്ക് വന്ന് വീഡിയോ എടുത്തുകൊണ്ട് പോയതുപോലെയല്ല, വിഷ്ണുവിനെ കൊണ്ട് വന്നപ്പോൾ. സോ അഗൈൻ, വിഷ്ണുവിൻ്റെ ചാനലിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും എൻ്റെ ചാനലും കയറി വീഡിയോസ് ചെക്കൗട്ട് ചെയ്യുക. താങ്ക് യു. അപ്പോൾ അൺടിൽ ദെൻ അടുത്ത വീഡിയോ വരുന്നത് വിത്ത് ലവ്, വിഷ്ണു ബൈറ്റ്സ്. താങ്ക് യു സോ മച്ച്.